ആക്ച്വലി എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. സോ ഐ തോട്ട് ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുകൊണ്ട് ഐ ജസ്റ്റ് സെൻഡ് ടെക്സ്റ്റ്. ഓക്കെ, നോട്ട് ലൈക്ക് നത്തിങ് എൽസ്. ഓക്കെ, ലൈക്ക് ഡോണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ചിൽ അറൗണ്ട് വിത്ത് ഇൻ ദ ടൗൺ. സോ ഇഫ് യു ഫ്രീ സം ടൈം ടുഡേ യു കൻ ലൈക്ക് ക്യാച്ച് അപ്പ്. ഐ മീൻ ഞാൻ വെറുതെ ടെക്സ്റ്റ് അയച്ചതാട്ടോ. ലൈക്ക് ഐ ഫൗണ്ട് യുവർ പ്രൊഫൈൽ വെരി ക്യൂട്ട്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ചെയ്തു. സോ യാ, ദാറ്റ്സ് അബൌട്ട് മീ. ആരുടെയെങ്കിലും പരിചയമുള്ള ശബ്ദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ പരിചയമുള്ള ശബ്ദം, സംസാരം, ആ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആരുടെയെങ്കിലും തോന്നുന്നുണ്ടോ? സംശയിക്കണ്ട, ലവനാണ് ഇവൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആര്യൻ കദൂറിയുടെ കൃത്യമായ സന്ദേശമാണ് നിങ്ങൾ കേട്ടത്. ശബ്ദ സന്ദേശം. അത് മറ്റാർക്കും അയച്ചതല്ല കേട്ടോ, ഏതോ ഒരു പെൺകുച്ചിനെ അയച്ചത്. ഇനിയിപ്പോ നമുക്ക് ആ പെൺകുട്ടീനെ ഇങ്ങോട്ടേക്ക് വലിച്ചയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 7 ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യൻ കദൂറിയ ഒരു പെൺകുട്ടിയുമായി നടത്തിയ ചാറ്റിന്റെ സംഭാഷണങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ കേട്ടത്. ഇനിയിപ്പോ ആ പെൺകുട്ടിയെ ആര്യനെ നല്ല പരിചയമുള്ള കുട്ടിയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ആ കുട്ടിയെ ആര്യന് വലിയ പരിചയമൊന്നുമില്ല. നല്ല ക്യൂട്ടായതുകൊണ്ട്, കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ആര്യൻ അങ്ങോട്ട് കയറി അങ്ങ് മെസ്സേജ് അയച്ചു, കൊച്ചിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കോഴിക്കോട് മറ്റാണ് കൊച്ചിന്റെ വീടെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കറങ്ങാനായിട്ട് ഒരാൾ കൂട്ടായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ചാറ്റുകൾ. മറ്റേ എക്സ്റ്റാറ്റുകളൊന്നും അല്ല, എന്നിരുന്നാലും അതിനോട് സാമ്യം തോന്നുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് ചാറ്റുകൾ. വിളിക്കുന്നു, സംസാരിക്കുന്നു, കാണണം എന്ന് പറയുന്നു, പിന്നെ കുട്ടി എപ്പോഴൊക്കെയാണ് പുറത്തേക്ക് വരാമെന്ന് ചോദിക്കുന്നു, ഞാൻ കോഴിക്കോട് ഷൂട്ടിന് വരുന്ന സമയത്ത് അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ഹോസ്റ്റലിലാണ്, അപ്പോൾ 8 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്കിവിടെ ഒരു 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വായോ, അതും ഒറ്റയ്ക്ക് വരണ്ട, ഫ്രണ്ട്സിനെയും കൂട്ടി വന്നോളൂ, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഇതിൽ പരം കൂടുതലൊന്നും വേണ്ട എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇതിലിപ്പോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നും, അതിപ്പോ എന്തോ സാധാരണ ഒരു ചാറ്റായിട്ടും കരുതുന്നവരുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വിചാരിക്കാം, ആരും പുറത്ത് എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, അകത്ത് ആരും ഗെയിം കളിക്കുന്നുണ്ടല്ലോ, ആ ഗെയിമിന് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ പോരെ എന്ന് പറയുന്ന കുറെ എണ്ണവും ഉണ്ടാവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ സ്ഥിതി. അപ്പോ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ ഒരു കൂട്ടർ കാണും, അതുപോലെ തന്നെ എതിർക്കാനും മറ്റൊരു കൂട്ടരും കാണും. ഇപ്പൊ എന്തായാലും ആര്യനെ കുറിച്ചുള്ള ഈ ഒരു സംഭാഷണങ്ങൾ ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ നിലവില് ഒരു ഫിലിം സ്റ്റാറിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് ഇതേപോലെ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളതൊന്നും എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ നിലവിലെ ബിഗ് ബോസിലെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആര്യനെ കുറിച്ചൊരു കാര്യം കേട്ട സമയത്ത് പറയാതിരിക്കുന്നത് മോശമല്ലേ? കാരണം ഈ ആര്യനെ കുറിച്ച് കുറേ കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ മറ്റൊരു കണ്ടസ്റ്റന്റുമായിട്ട് ഉണ്ടായിരുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആര്യം വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഭയങ്കര ഗെയിമൊക്കെ കളിക്കാനായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും 23 വയസ്സേ ആയിട്ടുള്ളൂ പയ്യന്. അപ്പോൾ നന്നായി ടാസ്കൊക്കെ കളിക്കും, പിന്നെ ക്രിക്കറ്റിലൊക്കെ നന്നായിട്ട് തിളങ്ങുന്ന ഒരാളാണ്, പിന്നെ ഫിലിമിലും ഒക്കെ അഭിനയത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്നായി കളിക്കുമെന്ന് തോന്നിയിരിക്കുന്ന ആളാണ് പിന്നീട് ഒരു ആളുമായിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ ഗെയിമൊന്നുമില്ല, പിന്നെ ആകപ്പാടെ കൂടി ആ കക്ഷീനെ എങ്ങനെ സുഖിപ്പിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആര്യനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. അവളുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നു, അവൾക്ക് ഫുഡ് വാരി കൊടുക്കുന്നു, അവളുടെ പാത്രം കഴുകി കൊടുക്കുന്നു, എന്തിനേറെ പറയുന്നു അടിവസ്ത്രം വരെ കഴുകി കൊടുക്കുന്നു എന്നാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ബിഗ് ബോസ് വീട്ടിൽ അവരായിട്ടുള്ള ഓരോ മത്സരാർത്ഥികളും പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ആരും കൊണ്ട് മെക്കെട്ട് കയറാൻ വന്നിട്ട് ഒരു കാര്യമില്ല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ കേട്ട സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. അതിൽ ഏറ്റവും കൂടുതൽ അതിന് അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ്. കാരണം ഈ ആര്യനും ജിസേലും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച അനുമോൾക്കാണ് പുറത്തെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായത്. എനിക്ക് തോന്നുന്നു ആര്യനും ജിസേലിനേക്കാൾ കൂടുതൽ നെഗറ്റീവായത് അനുമോളാണ്. ഒരു പക്ഷേ ഇവരുടെ കാര്യങ്ങളിൽ എന്തിനിടപെട്ടു, ഇവരെന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താണ്, എന്തിനാണ് ഇങ്ങനെ അനാവശ്യം പറയുന്നത്, പൊതുപ്പിനുള്ളിലെ കാര്യം പൊതുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ കളിയാക്കാത്തവരായിട്ട് ആരുമില്ല. ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നടന്നിട്ടുള്ളത് അനുമോൾക്കെതിരെയാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്ത ആര്യനോ ജിസേലിനെതിരെ ഒന്നും സംഭവിച്ചിട്ടില്ല കാര്യമായിട്ട്. അവിടെ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുള്ളത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ അപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെ, ചെയ്താൽ തന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെന്നല്ലാതെ
കൂടുതലൊന്നും ഞാനും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എന്നുള്ളത്. പക്ഷെ ആര്യനെ കുറിച്ച് ഇങ്ങനൊരു വീഡിയോ അതായത് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എനിക്ക് മുമ്പത്തെ ആ വിഷയങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ഈ വോയിസ് ക്ലിപ്പുകളും ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെൺപിള്ളേരുടെ അടുത്തുള്ള ഇവന്റെ ഈ ഒരു പരിപാടി ഇപ്പൊ തുടങ്ങിയതല്ല, മുമ്പേ ഉള്ളതാണെന്ന് മനസ്സിലാക്കാം. അനുമോളുടെ അടുത്ത് ഇവ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അനുമോൾ ഇവനെ തൊട്ട് ഇങ്ങനെ നിൽക്കും, ദേഹത്ത് ഇങ്ങനെ തൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ അനുമോളെ ഇവൻ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് തന്നെ ചിന്തിച്ചു നോക്കി. എന്നിട്ട് ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോള് ഇവനെ വളയ്ക്കാൻ വേണ്ടി ഇവന്റെ കാലുമേ കൂടെ കാലിങ്ങനെ ആക്കിയെന്ന്. ഇവൻ പറഞ്ഞ വൃത്തികേടൊന്ന് ആലോചിക്കണം. എന്നിട്ട് ആ വീട്ടിൽ ആരും ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുകയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല. ലാലേട്ടൻ വന്നിട്ട് അനുമോളെ മികട്ടേറെ നാണമുണ്ടോ അനുമോൾ എന്ന് ചോദിക്കാനല്ലാതെ അനുമോളെ കുറിച്ച് പറഞ്ഞ മോശം കാര്യത്തെക്കുറിച്ച് ആരിനെ ചോദ്യം ചെയ്യാനായിട്ട് അവിടെ ഒരാളെ പോലും നമ്മൾ നിലവിൽ കണ്ടിട്ടില്ല. നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പുറത്തുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ആരിനെയും ജിസലിനെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അനുമോളെ എതിർക്കുന്നവരുമാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ആരും തന്നെ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും പല മത്സരാർത്ഥികളും പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് വരണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയവർക്ക് എല്ലാവർക്കും മനുവിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് അവരാരും സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. എനിക്ക് തോന്നിയിട്ടുള്ളത് അസൂയിക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 23 വയസ്സുള്ള ഒരു ചെക്കന്റെ കുൽസിത ചാറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ല, അവൻ ഈ 23ാമത്തെ വയസ്സിൽ അവൻ ഇതൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നെങ്കിൽ ഇനിയിപ്പൊ അങ്ങോട്ട് എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇവനങ്ങ് നായകനായിട്ട് തിളങ്ങിയിട്ടൊന്നുമില്ല, എന്തോ അവിടെ ഇവിടേക്ക് ഒന്ന് മുഖം കാണിച്ചിട്ടുള്ളൂ പരസ്യങ്ങളിലും എന്തിലൊക്കെയോ. അപ്പോഴേക്കും ഈ ചെറുക്കൻ ഇങ്ങനെയായി കഴിഞ്ഞാൽ ഭാവിയിൽ ഇവൻ എന്നതാ കാണിച്ചു കൂട്ടാൻ പോകുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. നമുക്കിപ്പോ ഇത് ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് ഇവൻ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഇവനെ കുറിച്ച് സംസാരിക്കും. ഇവനെ കുറിച്ച് വരുന്ന നെഗറ്റീവ് നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥി അല്ലെങ്കിൽ വരാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സത്യം പറയാലോ, അത് ഇപ്പൊ ചെയ്തത് എന്തിനേ എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. ഇവനെയൊക്കെ ടോപ്പ് 6 പറഞ്ഞ എന്നെ വേണ്ട ആദ്യം തല്ലാന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി. ഇത്രയും വൃത്തികേടുകൾ, ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ഇവനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത്, അതും 10-23 വയസ്സേ ഉള്ളൂ ചെറുക്കനെ, ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് എന്തായാലും ഇതിന്റെ പേരിൽ അവൻ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. പ്രേക്ഷകർ തന്നെ തീരുമാനിക്കണം അവനെ അവിടെ നിന്ന് ഇറക്കി വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഒരുപാട് പേര് അവനെ സപ്പോർട്ടാണ് പുറത്തിറങ്ങി പോയിട്ടുള്ളത്. അതായത് സീസൺ 7 നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള മത്സരാർത്ഥികളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആര് കപ്പെടുക്കണം അല്ലെങ്കിൽ ടോപ്പ് 5 ആരൊക്കെ വരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനായിട്ടുള്ള 2 പേര്, ഒരേ സ്വരത്തിൽ പറയുന്ന 2 പേരാണ് അക്ബറും ആര്യയും. എല്ലാവർക്കും ഇപ്പൊ ഞാൻ കുറേ പേരുടെ ഇന്റർവ്യൂസും കുറേ പേര് വീഡിയോസ് ഇട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് അക്ബർ വരണം, ആര്യൻ വരണം, ഇവർ 2 പേരും വരണം. പിന്നെ കുറച്ച് പേര് പറയുന്നത് നിവിന്റെ പേര്. ഇത്രയും പേര്, ബാക്കി ഞങ്ങളുടെ ലിസ്റ്റിലേ ഇല്ല. അത്രേ ടോപ്പ് 5 ഞങ്ങളുടെ ലിസ്റ്റിലില്ല, ടോപ്പ് 3 ഞങ്ങളുടെ ലിസ്റ്റിലുള്ളൂ. പിന്നെ കുറച്ച് പേര് പറയുന്നത് അനീഷിന്റെ പേര്. ഇത്രയും ഞങ്ങളുടെ ലിസ്റ്റിലുള്ളൂ, വേറെ ആരും ഞങ്ങളുടെ ലിസ്റ്റിലില്ല. അതായത് അനുമോള്, ഷാനവാസ്, ഈ പറയുന്ന 2 വ്യക്തികൾ അവരുടെ ലിസ്റ്റിലേ വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളാണെന്ന് വിചാരിക്കേണ്ട. ആരുടെ വേണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ വീഡിയോസ് ക്ലിപ്സോ ഒക്കെ പോയി എടുത്ത് നോക്കിയോളൂ. എല്ലാവരും പറയുന്ന കാര്യമാണെന്ന് ഞാൻ കുറേ പേരുടെ കണ്ടു കേട്ടോ. എല്ലാവരും പറയുന്ന പേരാണ്, ഒന്നല്ലെങ്കിൽ അനീഷേട്ടൻ, ഒന്നല്ലെങ്കിൽ അക്ബർ, പിന്നെ ആര്യൻ. ടോപ്പ് 3 ആണുള്ളത്. ഇനിയിപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞ് നിവിൻ. ഇതല്ലാതെ ഇവരുടെ ലിസ്റ്റിൽ വേറൊരാളില്ല. അപ്പൊ അങ്ങനെയുള്ള ഇവര് പറയുന്ന കൂട്ടത്തിലുള്ള ാണ് ഈ പറയുന്ന ആര്യൻ എന്ന് പറയുന്ന കക്ഷി. ആര്യൻ കദൂറിയ മോന്റെ കഴപ്പ് വേറെ പലതിനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ. ഇപ്പോൾ പുറത്ത് നീ അങ്ങനെയായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. അപ്പോ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്നിട്ട് ഇനിയും നീ അവിടെ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതും, അനുമോളെ ചൊറിഞ്ഞും അല്ലെങ്കിൽ നീ ഭയങ്കര നല്ല പിള്ള ചമഞ്ഞും നന്മ മരം ചമഞ്ഞും ആ നിൽക്കുന്ന നിൽപ്പങ്ങ് അവസാനിച്ചു മോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനിയിപ്പോ നന്മമരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ആഴ്ചയിലെ ആ ദിവസങ്ങളിൽ മുഴുവൻ അനുമോളെ ചൊറിഞ്ഞും ബാക്കിയുള്ളവരെ ചൊറിഞ്ഞും, മെയിൻ ആയിട്ട് അനുവിനെയാണ് കേട്ടോ. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പല വൃത്തികേടുകളും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോഴുണ്ടല്ലോ അവൻ അങ്ങ് മാന്യനായി തീരും. ലാലേട്ടൻ വല്ലതും ഇന്നലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ലാലേട്ടൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ
ഓ എനിക്കറിയില്ല, അവളെന്താ അങ്ങനെ പറയുന്നത്, അയ്യോ അതൊരു ഗെയിമിന്റെ ഭാഗമല്ലേ ലാലേട്ട, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നന്മ മരം ചമയില് ഇന്നലെ നിവിൻ നന്മ മരത്തിനെ അവനിട്ട് ഒട്ടിക്കുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, അവിടെ അവൻ ഉള്ള വൃത്തികേട് മുഴുവൻ പറയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് ലാലേട്ട് വരുന്ന സമയത്ത് ഇത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു നന്മ മരം ചമയില്. അപ്പൊ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാട്ടോ ഈ പറയുന്ന ആര്യന്. നിങ്ങൾ ആരും ഇനി തെറ്റിദ്ധരിക്കണ്ട, സിനിമയിൽ അവനെ ഭാവി ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ നല്ല അഭിനയമാണ് അവൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വക തെണ്ടിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ആ നല്ല പിള്ള ചമയുന്ന ആ ചമയിലുണ്ടല്ലോ, അഭിനയിക്കാൻ അറിയാട്ടോ കൊച്ചിനെ. നിങ്ങൾ ഇനി ആരും വിചാരിക്കരുത് അഭിനയിക്കാൻ അറിയില്ലെന്ന്. നല്ല വൃത്തിക്ക് അഭിനയിക്കാൻ അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ പുതപ്പിനുള്ളിലെ കാര്യങ്ങളൊക്കെ അവർ അഭിനയിച്ച് തീർത്തത്. എന്നിട്ട് അനുമോളേറ്റ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇക്കാര്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നു അനുമോളായിരുന്നു ശരി എന്നുള്ളത്. പലതവണ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമുക്കിത് ഉറപ്പിക്കാവുന്ന പല തെളിവുകളാണ് വരുന്നത് അനുമോളായിരുന്നു ശരി എന്നുള്ള കാര്യത്തിൽ. എങ്കിലും അനുമോൾക്ക് തന്നെയായിരിക്കും കുറ്റം, അത് വേറെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നാലും അനുമോളുടെ നെഞ്ചത്തോട്ട് കയറിയില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ബിഗ് ബോസിനും ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അക്ബറിനെയും ആര്യനെയും എങ്ങനെ വെളുപ്പിച്ചെടുക്കാം എന്ന് മാത്രമാണ് ബിഗ് ബോസ് ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ അക്ബറിനെ ഇനി വെളുപ്പിക്കാനായിട്ട് ബാക്കിയൊന്നുമില്ല. അതുപോലെ പെയിന്റ് അടിച്ച് ഇന്നലെ വെളുപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാരും അങ്ങോട്ട് ആ പെയിന്റ് അടിയിൽ അങ്ങ് വീണിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി അതുപോലെ തന്നെ ആര്യനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ബോസണ്ണ ഇനി ആര്യനെ വെളുപ്പിച്ചിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് ഒട്ടുമിക്ക പ്രേക്ഷകരും ആര്യന്റെ ഈ മറ്റേ കുൽസിത ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് അത്യാവശ്യം ഇതിൻ്റെയൊക്കെ. ഇനിയിപ്പോൾ ആ പെൺകുച്ചിനെ കുറിച്ച് മോശമൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരേണ്ട കാര്യമില്ല. ആ പെൺകുട്ടി ഇവനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയി എന്നാണ് നമുക്കതിൽ കാണാനായിട്ട് അറിയാനായിട്ട് സാധിച്ചത്. ഇനിയിപ്പോൾ ആ ബ്ലോക്ക് ചെയ്താലും ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും ആ പെൺകൊച്ചിന്റെ മെക്കട്ടേക്ക് കയറേണ്ട. ആ പെൺകൊച്ചി ഇത് വോയിസും ഇതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവൾ മോശമായി സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ധൈര്യമായിട്ട് ഇത് പുറത്തേക്ക് വിടും? ഒരിക്കലും വിടില്ലല്ലോ. അപ്പൊ ആ പെൺകുട്ടി പാവാണ്. ആ പെൺകുട്ടീനെ മെക്കട്ടേക്ക് അവളും ചാറ്റ് ചെയ്യാൻ പോയിട്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം കൂടെ എഴുന്നുള്ളൂ. അവള് ചാറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ തനി ഗുണം മനസ്സിലാക്കാനാണ് ചാറ്റ് ചെയ്യാൻ പോയിട്ടുള്ളത്. ഇപ്പൊ പറയും നിങ്ങൾ, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കേട്ടത്. നിങ്ങൾ പറയും എന്തെങ്കിലും മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുന്നത് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തൂടെ, അത് വേണ്ടാന്ന് വെച്ചൂടെ, സംസാരിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഉപദേശിക്കാനായിട്ട് കുറേ എണ്ണം വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു, അയാൾ എന്താ അയക്കുന്നതെന്ന് അറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. നമുക്കിപ്പോൾ മോശം മെസ്സേജാണ് വന്നതെങ്കിൽ നമ്മൾ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആരാണ് ഈ മെസ്സേജ് അയക്കുന്നത്, എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്, അവന്റെ ഉദ്ദേശം എന്താണ്, അവൻ എന്നിട്ട് പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ത്വര എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് കണ്ടു എനിക്ക് ആരും മോശം മെസ്സേജ് അയച്ചു ബ്ലോക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ് ഉദ്ദേശം, എന്താണ് അവൻ എങ്ങനെ ഞാൻ പണി കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കിതേപോലെ ഒരു മെസ്സേജ് കുറച്ച് വന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇത് വന്ന് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും അല്ല, മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ച് ഇങ്ങനെ വന്നു. പിന്നെ അത് മോശം മെസ്സേജ്. എൻ്റെ അടുത്ത് സംസാരിക്കുന്ന വ്യക്തി ഒരു ലേഡിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു പെണ്ണിന്റെ ശബ്ദം തന്നെയാണ് ഞാൻ കേട്ടത് എന്നുവെച്ചാൽ വോയിസ് അയച്ച സമയത്ത്. എന്നിട്ട് അവസാനം ഞാൻ പോയിട്ട് കേസൊക്കെ കൊടുത്തു. പക്ഷെ പ്രത്യേകിച്ച് സൈബർ സെല്ലിൽ കേസൊക്കെ കൊടുത്ത് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ നമ്മൾ സെലിബ്രിറ്റി അല്ലല്ലോ, അതുകൊണ്ട് സൈബർ സെല്ലിനെ നമ്മളെ സഹായിക്കാനായിട്ട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും നിലവിൽ ഞാൻ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ടും എനിക്കിപ്പോൾ മെസ്സേജ് വരാറില്ല. പിന്നെ മെസ്സേജ് അയക്കുന്നത് കുറെ എനിക്ക് ബോറടിക്കുന്ന സമയത്ത് ഞാൻ കെട്ടിയതിൻ്റെ ഫോൺ കൊടുക്കും. കുറച്ച് കെട്ടിയനാണ് കേട്ടോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. ആകർഷിക്കാറിയില്ല ഞാനാണ് അയക്കുന്നത് എന്നുള്ള മട്ടിൽ കെട്ടിയൻ അങ്ങ് റിപ്ലൈ കൊടുക്കായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് മെസ്സേജ് അയക്കുന്നില്ല. ഇപ്പോൾ ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കൂടി എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ തിരക്കിലായതുകൊണ്ട് പിന്നെ മൈൻഡ് ചെയ്യാറേ ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് വരാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമുക്കൊരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മോശം മെസ്സേജാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ല പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അവര്, അല്ല നിങ്ങൾ ഫേസ്ബുക്കൊക്കെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു, പിന്നെ വല്ല മോശമായിട്ട് മെസ്സേജ് വരാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത കാര്യം കഴിഞ്ഞു എന്ന്. അപ്പോൾ ആ വ്യക്തിയെ, അതായത് അങ്ങനെ മോശം മെസ്സേജുകൾ അയച്ച പെൺകുട്ടികളെ വീഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിൽ മെസ്സേജ് അയക്കുന്നവരെ എങ്ങനെ പിടിച്ച് അവർക്കിട്ട് പണി കൊടുക്കാന്ന് ഈ പറയുന്ന പോലീസുകാർക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പെൺകുട്ടികളുടെ മെക്കട്ടേക്ക് ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട്
കയറാതിരിക്കുക. കുറച്ച് പെൺപിള്ളേരുണ്ടാവും തലതെറിച്ചോര്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇതിനൊപ്പം നിൽക്കുന്നവര്. പക്ഷേ ഇവന്മാരുടെയൊക്കെ തനി സ്വഭാവം മനസ്സിലായിട്ട് തനി ഗുണം മനസ്സിലാക്കാനായിട്ട് മെസ്സേജ് അയച്ചേ പറ്റൂ. എന്നിട്ട് ഇവന്മാരെ വലിച്ചു കയറണമെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പൊ അക്കൂട്ടത്തിൽ പെട്ടതാണ് ഈ കൊച്ചെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണല്ലോ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ ആ പെങ്കൊച്ച് പുറത്തേക്ക് വലിച്ചിട്ടത്. എന്നിട്ട് ഇവന്റെ ഇനി ആ നന്മ മരം കളി ഉണ്ടല്ലോ അതൊന്ന് നിർത്തിയേക്കണം. ഇനിയിപ്പോ നമ്മള് പുറത്തു നിൽക്കുന്നവരാണ് വോട്ട് ചെയ്ത് ഓരോരുത്തരെയും ടോപ്പ് 5ലേക്ക് എത്തിക്കേണ്ടത്. അവനെ അങ്ങ് പിടിച്ച് താഴെ ഇറക്കേണ്ട സമയമായി. അവൻ അത്രയും വൃത്തികേട് അവിടെ കാണിച്ചു കൂട്ടിയിട്ട് അതിന്റെ മോശപ്പേരും ചീത്തപ്പേരും മറ്റുള്ള മത്സരാർത്ഥികളാണ് ഉള്ളിൽ നിന്നിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അവരിന്നിട്ട് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നു. ഇവൻ പകൽമാന്യനായിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നു. ഇപ്പൊ അവന്റെ മാന്യതയുടെ മുഖം മൂടി പുറത്തൊന്ന് വലിച്ചു കയറിയിട്ടുണ്ട്. എന്നാലും അവനെ സപ്പോർട്ട് ചെയ്യാനും അവന്റെ ഭാഗം ന്യായീകരിക്കാനും കുറെ എണ്ണം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും അവന്റെ കുൽസിത ചാറ്റും കുൽസിത വീഡിയോയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും 23 വയസ്സിൽ അവൻ കാണിച്ചു കൂട്ടുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇവന്റെ അമ്മയെയും ചേട്ടനെയൊക്കെ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചത് നല്ലൊരു ഫാമിലി എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ മകന്റെ ഈ കുൽസിത ചാറ്റ് കാണുന്ന സമയത്ത് പാവ അമ്മ എത്ര വിഷമിക്കുന്നറിയോ. മോൻ എന്ത് പണിയാണ് ഈ കാണിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞാൽ വെറും 23 വയസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടിയായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ആ സമയത്ത് ഈ വക തോന്നിവാസമൊക്കെ കാണുമ്പോഴേ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ്, ഞാൻ പൊട്ടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല. അപ്പോൾ ആരിൻ്റെ ഈ കുൽസിത വീഡിയോസും ഫോട്ടോസും ഈ പറയുന്ന ചാറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവനെ ഇനി വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഇവനെ അങ്ങ് ആ ടോപ്പ് 5 ഇനി വരണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇവ അങ്ങ് പുറത്തേക്ക് വന്നോട്ടെ. ഇവൻ പുറത്തറിയിട്ട് ഇനിയിപ്പോൾ ജിസേലിന്റെ കൂടി ആരുടെ കൂടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങിക്കോട്ടെ. ആര് കാണുന്നിടയ്ക്ക് ചേറ്റ് ചെയ്ത് ഇവനെ അങ്ങ് സംതൃപ്തി അടയട്ടെ. അല്ലാതെ ഇനി അവൻ നന്മമരം കളിച്ച് വലിയ ഇത് കാണിച്ച് ഫേക്കായിട്ട് ആ കുടുംബത്തിൽ നിൽക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.